സെക്ഷനിൽ പഠിക്കേണ്ടത് ഗോസസ് തിയറമാണ്. ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനുകളിൽ ഒരെണ്ണമായ ഗോസസ് തിയറം, ഡയറക്റ്റ് ഗോസ് തിയറമായിട്ടും ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനായിട്ടും ഇതിൻ്റെ പ്രോബ്ലവും എല്ലാം ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. ഗോസസ് തിയറം പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന വ്യക്തമായ തിരിച്ചറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. നേരെ ഗോസസ് തിയറത്തിലേക്ക് പോവുകയാണ്. ഞാനൊരു ചാർജിനെ കൺസിഡർ ചെയ്യുന്നു, ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ്. ആ ക്യൂ എന്ന് പറയുന്ന ചാർജിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് ഒരു സ്ഫെരിക്കൽ സർഫസിനെ കൺസിഡർ ചെയ്യുന്നു. ആ ഒരു സ്ഫെരിക്കൽ സർഫസിനെ ഞാൻ വിളിക്കുന്ന പേര് ഗോസിയൻ സർഫസ് എന്ന് വിളിക്കുന്നു. എന്താണ് ഗോസിയൻ സർഫസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഇമാജിനറി 3 ഡയമെൻഷണൽ സർഫസ് ആണ് ഗോസിയൻ സർഫസ്. ഒറ്റ ഇതിൽ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, ഗോസ് തിയറം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസ് ആണ് ഗോസിയൻ സർഫസ് എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം, അത് തെറ്റല്ല. ഓക്കെ, ഇനി ഗോസസ് തിയറം എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചാർജിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് ഞാനൊരു സർഫസിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സർഫസിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/ε0 ടൈംസ് ഇതിനകത്തുള്ള ചാർജ് ആയിരിക്കും. 1/ε0 എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാക്കി കാണണം, ഇവിടെ ഉള്ള മീഡിയം എയർ ആയിരിക്കണം. ഇപ്പൊ എന്താ പറയുന്ന ഗോസ് തിയറം, ഈ ഒരു സർഫസിലൂടെയുള്ള, ഈ ഒരു ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/ε0 ടൈംസ് ഇതിനകത്തുള്ള ചാർജ് ആയിരിക്കും. ഇക്വേഷൻ എന്താ പറയുന്നത്? phi = 1/ε0 × Q. ഇനിയിപ്പോ ഒരുപക്ഷെ ഇതിനകത്ത് ക്യൂവിന് പകരം Q1, Q2, Q3 എന്ന് പറയുന്ന വ്യത്യസ്ത ചാർജുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ phi = 1/ε0 ടൈംസ് ഈ സർഫസിനകത്തുള്ള ടോട്ടൽ ചാർജ് സിഗ്മ Q ആയിരിക്കും. എങ്ങനെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റും? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ചാർജ് എൻക്ലോസ്ഡ്. ഗോസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റും പഠിക്കുക, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുമാണ്. ഗോസ് തിയറത്തിന്റെ പ്രൂഫാണ് പഠിക്കാൻ പോകുന്നത്. ഗോസ് തിയറത്തിന്റെ പ്രൂഫ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചാർജിനെ കൺസിഡർ ചെയ്യുന്നു, ക്യൂ ചാർജ്. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ +Q ചാർജിനെ കൺസിഡർ ചെയ്യുന്നു. ആ +Q ചാർജിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിനെ കൺസിഡർ ചെയ്യുന്നു, P. ആ പോയിന്റ് Pയിലുള്ള ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷൻ നമുക്കറിയാം, E = 1/4πε0 Q/r². മീഡിയം, ഇവർ തമ്മിലുള്ള മീഡിയം എയർ ആയിട്ട് എടുക്കുന്നു, അതുകൊണ്ട് ε0 വന്നു. ഇനി ഞാൻ ചെയ്യുന്നത് ക്യൂവിനെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഉള്ളിലാക്കിക്കൊണ്ട് r റേഡിയസ് ഉള്ള ഒരു ഗോസിയൻ സർഫസിനെ കൺസിഡർ ചെയ്യുന്നു. ഇൻ സച്ച് എ വേ ദാറ്റ് പോയിന്റ് P അതിന്റെ സർഫസിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ എന്താ ഞാൻ അവിടെ ചെയ്തത്? ക്യൂ ചാർജിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് r റേഡിയസ് ഉള്ള ഒരു ഗോസിയൻ സർഫസിനെ കൺസിഡർ ചെയ്തു ഇൻ സച്ച് എ വേ ദാറ്റ് P ലൈസ് ഓൺ ഇൻ സർഫസ്. ഇനി ചെയ്യുന്നത് പോയിന്റ് P ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ ഏരിയ ഞാൻ കൺസിഡർ ചെയ്യുന്നു, ds. ഒരു വളരെ ചെറിയ ഏരിയ കൺസിഡർ ചെയ്യുന്നു, ds. ആ ds ഏരിയയിലകത്തൂടെ ഉള്ള കടന്നു പോകുന്ന ഫ്ലക്സിനെ dϕ എന്ന് എടുക്കുന്നു. dϕ = എന്താണ് ഇക്വേഷൻ? E.ds, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താ? റൈറ്റ് സൈഡിലേക്ക് പോകുന്നു. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് റേഡിയലി ഔട്ട്വേർഡ്സ് ആണെന്ന് അറിയാം. ഏരിയയുടെ ഡയറക്ഷൻ നമുക്കറിയാം എന്താണ്? സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതാണ് ഏരിയയുടെ ഡയറക്ഷൻ. അപ്പോൾ ds എന്ന് പറയുന്ന ഏരിയയുടെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഉണ്ടാക്കുന്ന ഡയറക്ഷൻ 0 ആയതുകൊണ്ട് എന്ത് വരും? ഇത് EDS cos 0 എന്ന് വരും. EDS cos 0യുടെ വാല്യൂ 1 ആയതുകൊണ്ട് ഇത് EDS എന്ന് കിട്ടുന്നു. അതായത് ചെറിയ ഏരിയ dsനകത്തൂടെ കടന്നു പോകുന്ന ചെറിയ ഫ്ലക്സ് dϕ എന്ന് വെച്ച് കഴിഞ്ഞാൽ EDS ആയിരിക്കും. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ടോട്ടൽ ഗോസിയൻ സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ചെറിയ ഏരിയയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ dϕ = ക്ലോസ്ഡ് ഇൻ്റഗ്രൽ EDS എന്ന് കിട്ടുന്നു. ഗോസിയൻ സർഫസ് ഒരു ക്ലോസ്ഡ് സർഫസ് ആയതുകൊണ്ട് നമ്മൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എന്ന് എടുക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എന്ത് കിട്ടും?
ഡി ഫൈ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഫൈ ആണ്. ഫൈ ഇസ് ഈക്വൽ ടു ഈ ഒരു കോൺസ്റ്റന്റ് ആണ്. എന്തുകൊണ്ട് ഈ കോൺസ്റ്റന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സർഫസിനകത്തുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4πε0 E/r² ആയിരിക്കും. സർഫസിലുള്ള ഏത് പോയിന്റ് ആയാലും അവിടെ r സെയിം തന്നെ ആയിരിക്കും. അതുകൊണ്ട് എല്ലായിടത്തും ഈ എന്ത് തന്നെ ആയിരിക്കും, കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് ഈ ഇന്റഗ്രേഷന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇ ഇൻറ്റു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എസ്. ഡി എസ് എന്ന് പറയുന്ന ചെറിയ ഏരിയയെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം, ഇക്ക് പകരം ഇക്വേഷൻ കൊടുക്കുന്നു 1/4πε0 Q/r² ഇൻറ്റു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എസ് എന്താ, ചെറിയ ഏരിയ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഈ സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ്, 4πr². ഇവിടെ 4πയും 4πയും r²ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെക്സ് ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു Q. ഈസ് എ പ്രൂഫ് ഫോർ ഗോസ് തിയറം. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ആപ്ലിക്കേഷൻ ഓഫ് ഗോസ് തിയറം. അതിൽ ആദ്യമായിട്ട് പഠിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് നിയർ ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. ഒരു യൂണിഫോംലി ചാർജ്ഡ് വയർ ഉണ്ടെങ്കിൽ അതിന് അടുത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം ബൈ യൂസിങ് ഗോസ് തിയറം. ഗോസ് തിയറം ഉപയോഗിച്ചുകൊണ്ടാണ് ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് സിഗ്മ ക്യൂ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ഞാനൊരു ഇൻഫിനിറ്റ് ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ എടുക്കുകയാണ്, ഹാവിങ് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ. ലാംഡ എന്ന ലീനിയർ ചാർജ് ഡെൻസിറ്റി ഉണ്ട്. അപ്പൊ എന്താണ് ലീനിയർ ചാർജ് ഡെൻസിറ്റിയുടെ യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലീനിയർ ചാർജ് ഡെൻസിറ്റി ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഏത് ലെങ്തിലും എത്ര ചാർജിനെ ഉൾക്കൊള്ളുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണം ഇത്ര ഒരു ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര ചാർജ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലെങ്ത് ഇൻറ്റു ലാംഡ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉള്ള ചാർജിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ലാംഡ ലീനിയർ ചാർജ് ഡെൻസിറ്റിയുടെ യൂസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ട്, അതിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു P. ആ പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം യൂസിങ് ഗോസ് തിയറം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് r റേഡിയസ് ഉള്ള P യെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു L ലെങ്ത് ഉള്ള ഗോസിയൻ സർഫസിനെ എടുക്കുന്നു. ഒരു സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസ് ആയിരിക്കും അത്. അപ്പൊ ഞാൻ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് r റേഡിയസ് ഉള്ള ഒരു സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസ് എടുക്കുന്നു, ഹാവിംഗ് ലെങ്ത് L ഇൻ സച്ച് എ വേ ദാറ്റ് P എവിടെ ഇരിക്കണം, അതിന്റെ സർഫസിലുണ്ടായിരിക്കണം. ഇനി ചെയ്യുന്നത് ഈ ഗോസിയൻ സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ഈ ഗോസിയൻ സർഫസ് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് ഇതിന് മുകളിലൂടെ ഒരു ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടായിരിക്കും φ1. മുകളിലൂടെ ഇലക്ട്രിക് ഫ്ലക്സ് പോകുന്നുണ്ടായിരിക്കും φ1. താഴെ കൂടെ ഈ ഒരു സർക്കുലർ സർഫസിലൂടെ ഇലക്ട്രിക് ഫ്ലക്സ് പോകുന്നുണ്ടായിരിക്കും, അതിനെ ഞാൻ φ2 എന്ന് എടുക്കുന്നു. ഈ ഒരു കർവ്ഡ് സർഫസ് ഏരിയയിലൂടെയും ഒരു ഇലക്ട്രിക് ഫ്ലക്സ് പോകുന്നുണ്ടായിരിക്കും, അതിനെ φ3 എന്ന് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ഒരു സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് φ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, φ1 പ്ലസ് φ2 പ്ലസ് φ3 ആയിരിക്കും. എന്താണ് φ1 മുകളിലത്തെ സർക്കുലർ ഏരിയയിലൂടെ പോകുന്നത്, φ2 താഴത്തെ സർക്കുലർ ഏരിയയിലൂടെ പോകുന്നത്, φ3 കർവ്ഡ് സർഫസ് ഏരിയയിലൂടെ പോകുന്നത്. ഇനി നമുക്ക് φ1ന്റെയും φ2ന്റെയും φ3യുടെയും വാല്യൂ എത്രയാണെന്ന് നോക്കാം. φ1ന്റെ വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്, ഇ ഡോട്ട് ഡി എസ് ആണ്, ഇ ഡി എസ് കോസ് തീറ്റ ആണെന്ന് അറിയാം, ഇ ഡി എസ് കോസ് തീറ്റ ആണെന്ന് അറിയാം. അപ്പൊ ഈ ഒരു കർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ ഈ ഒരു സർക്കുലർ ഷേപ്പിലുള്ള ടോപ്പ് സർഫസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാൻ പറ്റും, ഇതുവഴിയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ റൈറ്റ് സൈഡിലേക്കായിരിക്കും. കാരണം ഇതൊരു ലീനിയർ ചാർജ് ഡെൻസിറ്റി ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ റൈറ്റ് സൈഡിലേക്കായിരിക്കും. ഈ ഒരു സർക്കുലർ ഷേപ്പിന്റെ ഏരിയ എന്ന് വെച്ചാൽ എന്തായിരിക്കും, സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഏരിയയുടെ ഡയറക്ഷനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ എന്ത് വരും, ഇ ഡി എസ് കോസ് 90 വരും. കോസ് 90യുടെ വാല്യൂ 0 ആയതുകൊണ്ട് φ1ന്റെ വാല്യൂ 0 എന്ന് കിട്ടും. അതുപോലെ തന്നെയല്ലേ φ2 ഉണ്ടാവുന്നത്. ഇവിടെ ഉണ്ടായിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഞാൻ ഈ വരച്ചതുപോലെയും ഏരിയയുടെ ഡയറക്ഷൻ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കുന്നത് കൊണ്ട് ആരൊക്കെ പരസ്പരം ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും ആ ഏരിയയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളും 90 ഡിഗ്രി ആയതുകൊണ്ട് φ2 ഈസ് ഈക്വൽ ടു ഇ ഡി എസ്
കോസ് 90 തന്നെ വരും, അതും എത്ര വരും? 0 വരും. ഇനി അവശേഷിക്കുന്ന ആരാണ്? φ3 ആണ്. φ3 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, φ3 എന്ന് വെച്ചാൽ ആരാണ്? ഈ ഒരു കർവ്ഡ് സർഫസ് ഏരിയയിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിന്റ് പി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്യുന്നു, ds. ആ dsന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ദാ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് റൈറ്റ് സൈഡിലേക്ക് ആയിരിക്കും. അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ds എന്ന് പറയുന്ന ചെറിയ ഏരിയയിലൂടെ ഉള്ള ഫ്ലക്സ്, നമ്മുടെ ഉദ്ദേശം φ3 കണ്ടുപിടിക്കാനാണ്. φ3 കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്തു, ds. ആ dsലൂടെയുള്ള ചെറിയ ഇലക്ട്രിക് ഫ്ലക്സ് dφ എന്ന് എഴുതി കഴിഞ്ഞാൽ dφ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ഇക്വേഷൻ? ഈ ds കോസ് തീറ്റ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡും ഏരിയയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 0 ആയതുകൊണ്ട് അത് എന്തായിട്ട് മാറും? EDS എന്ന് കിട്ടുന്നു. dφ ഈസ് ഈക്വൽ ടു EDS. ഈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ കിട്ടിയത്? dφ ഈസ് ഈക്വൽ ടു EDS എന്ന് കിട്ടി. ഇനി ഞാൻ ചെയ്യുന്നത്, ഈ ഒരു ടോട്ടൽ സർഫസ് ഏരിയയിലൂടെ, ഈ ടോട്ടൽ കർവ്ഡ് സർഫസ് ഏരിയയിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ dφ ഈസ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ EDS. ഇവിടെ എന്തുകൊണ്ട് സർഫസ് ഇന്റഗ്രൽ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു സർഫസ് ഏരിയ ആണ്. ക്ലോസ്ഡ് 3 ഡയമെൻഷണൽ സ്ട്രക്ചർ അല്ല ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, ഇതിന്റെ സർഫസ് ഏരിയ മാത്രമായതുകൊണ്ട് സർഫസ് ഇന്റഗ്രൽ എന്ന് എടുത്തു. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്തെന്ന് കിട്ടും? dφ ഇന്റഗ്രേറ്റ് ചെയ്താൽ φ ഈസ് ഈക്വൽ ടു E എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. കാര്യം എല്ലാ പോയിന്റിലുള്ള ഇയുടെ വാല്യൂ, അല്ലെങ്കിൽ എല്ലാ പോയിന്റിലും E എന്ന് വെച്ചാൽ r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് തന്നെയാണ്. അപ്പോൾ E നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് എഴുതാം? E ഇൻറ്റു സർഫസ് ഇന്റഗ്രൽ ds. ഈ ഒരു സർഫസ് ഇന്റഗ്രൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതൊരു സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ ദാ സിലിണ്ടറിന്റെ സർഫസ് ഏരിയ എന്ന് വെച്ചാൽ ദാ ഈ ഒരു സർഫസ് ഏരിയ ആയിരിക്കും. അതെന്ന് വെച്ചാൽ എന്താണ്? ദാ ഈ ലെങ്ത് 2πr ആണെന്ന് അറിയാം. ഇതെന്ന് വെച്ചാൽ സിലിണ്ടറിന്റെ ലെങ്ത് ആണ്. ആ സിലിണ്ടറിനെ നമ്മളങ്ങ് നിവർത്തി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു റെക്റ്റാങ്കിൾ കിട്ടും. ആ റെക്റ്റാങ്കിളിന്റെ ഈ ലെങ്ത് എന്ന് വെച്ചാൽ എന്താണ്? സിലിണ്ടറിന്റെ സർക്കംഫറൻസ് ആണ് 2πr. ബ്രെഡ്ത്ത് എന്ന് വെച്ചാൽ എന്താണ്? L ആണ്. അപ്പം സർഫസ് ഏരിയ എന്ത് വരും? 2πr ഇൻറ്റു L. അപ്പോൾ ഈ ds എന്ന് പറയുന്നതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിലിണ്ടറിന്റെ സർഫസ് ഏരിയ കിട്ടുന്നു. എന്ന് വെച്ചാൽ എന്തായിരിക്കും? φ ഈസ് ഈക്വൽ ടു E ഇൻറ്റു 2πrl. ഇനി ഞാൻ ചെയ്യുന്നത്, ഈ ഇക്വേഷൻ ഇവിടെ നിന്നോട്ടെ, ഇനി ഞാൻ ചെയ്യുന്നത് ഗോസ് തിയറത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം. φ ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു സിഗ്മ ക്യൂ. ഈ സിഗ്മ ക്യൂ എന്ന് വെച്ചാൽ എന്താണ്? ചാർജ് എൻക്ലോസ്ഡ് ആണ്. അതായത് ഗോസിയൻ സർഫസിനകത്ത് എത്ര ചാർജ് ഉണ്ടെന്ന്. ഈ ഗോസിയൻ സർഫസ് എന്ന് വെച്ചാൽ സിലിണ്ടർ ആണ്. സിലിണ്ടറിന്റെ ലെങ്ത് L ആണ്. അപ്പോൾ അതിനകത്തുള്ള ചാർജ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? L ലെങ്ത് ഉള്ള ഈ വയറിനകത്ത് എത്ര ചാർജ് ഉൾപ്പെടുന്നു അതായിരിക്കും. ലീനിയർ ചാർജ് ഡെൻസിറ്റി ഉണ്ടെങ്കിൽ L ലെങ്തിനകത്ത് എത്ര ചാർജ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്കൊണ്ട് പറ്റും. എങ്ങനെയാണ്? ലെങ്തിനെ ലീനിയർ ചാർജ് ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ φ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/ε0 ഇൻറ്റു ഇതിനകത്ത് ഗോസിയൻ സർഫസിനകത്തുള്ള ചാർജ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ലാംഡ L ആയിരിക്കും. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതുന്നു. ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും LHS സെയിം ആയതുകൊണ്ട് പരസ്പരം ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? E ഇൻറ്റു 2πrl ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ലാംഡ L. ഈ ഇയുടെ വാല്യൂ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ. അപ്പോൾ ഈക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയാൽ എന്തെന്ന് കിട്ടും? E ഈസ് ഈക്വൽ ടു ഈ എല്ലും ക്യാൻസൽ ചെയ്യാം. 2π ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു, റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ 1/2πε0 ഇൻറ്റു ലാംഡ ഡിവൈഡഡ് ബൈ r. 1/4πε0യുടെ ഫോമുലയിൽ മാറ്റാൻ വേണ്ടിയിട്ട് മുകളിലും താഴെയും ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ E is equal to 1/2 into 2, 4πε0 into 2 lambda divided by r. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? ഒരു ഇൻഫിനിറ്റ് ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ കാരണം r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചു. 1/4πε0 2 lambda divided by r യൂസിങ് ഗോസ് തിയറം. പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ആണ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് നമുക്ക് പഠിക്കേണ്ട ഗോസസ് തിയറത്തിന്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് നിയർ ആൻ ഇൻഫിനിറ്റ് തിൻ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് വിത്ത് യൂണിഫോം സർഫസ് ചാർജ് ഡെൻസിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിഫോം
സർഫസ് ചാർജ് ഡെൻസിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിന് അടുത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം യൂസിങ് ഗോസ് തിയറം. അപ്പോൾ നമുക്ക് ഉപയോഗിച്ച് ചെയ്യേണ്ടത് φ ഈസ് ഈക്വൽ ടു 1/ε0 സിഗ്മ ക്യൂ എന്ന് പറയുന്ന ഗോസ് തിയറത്തിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമുക്കിത് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി ഉള്ള ഒരു പ്ലെയിൻ ഷീറ്റിനെ എടുക്കുന്നു. സപ്പോസ് ഇത് പോസിറ്റീവ്ലി ചാർജ് പ്ലെയിൻ ഷീറ്റ് ആണെന്ന് സങ്കല്പിക്കാം. അപ്പോൾ എന്താ ഈ സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഏരിയ ഈ പ്ലെയിൻ ഷീറ്റിനകത്തുള്ള എത്രയെങ്കിലും ഒരു ഏരിയ ഉണ്ടെങ്കിൽ ആ ഏരിയക്കകത്ത് എത്ര ചാർജ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സപ്പോസ് ഇത്ര ഒരു ഏരിയ ഉണ്ടെങ്കിൽ ആ ഏരിയക്കകത്ത് എത്ര ചാർജിനെ എൻക്ലോസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ദിസ് മച്ച് ഓഫ് ഏരിയ ഇൻറ്റു സർഫസ് ചാർജ് ഡെൻസിറ്റി ചെയ്താൽ മതി. അതിനകത്ത് എത്ര ചാർജ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ സെന്ററിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു പ്ലെയിൻ ഷീറ്റിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിനെ ഞാൻ മാർക്ക് ചെയ്യുന്നു പി. ആ പോയിന്റ് പി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്ലെയിൻ ഷീറ്റിന് പാരലൽ ആയിട്ട് ഒരു സർക്കുലർ സർഫസ് ഏരിയ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഒരു സർക്കുലർ സർഫസ് ഏരിയ കൺസിഡർ ചെയ്യുന്നു. ആ സർക്കുലർ സർഫസ് ഏരിയയുടെ പ്രത്യേകത എന്താണ്? ആ സർക്കുലർ സർഫസ് ഏരിയയും ഈ പ്ലെയിൻ ഷീറ്റും തമ്മിൽ അല്ലെങ്കിൽ ഈ രണ്ട് പ്ലെയിനും തമ്മിൽ ഉണ്ടാക്കുന്നത് പാരലൽ ആയിരിക്കും. രണ്ട് പ്ലെയിനും തമ്മിൽ പാരലൽ ആയിരിക്കും. ഇനി ഞാൻ ചെയ്യുന്നത് ഈ സർക്കുലർ സർഫസ് ബേസ് ആക്കിക്കൊണ്ട് ഒരു സിലിണ്ടറിനെ എറക്ട് ചെയ്യുന്നു. അപ്പോൾ ആ സിലിണ്ടറിനെ എറക്ട് ചെയ്യുമ്പോൾ ആ സിലിണ്ടർ ഇങ്ങനെ നിൽക്കും. ഈ പ്ലെയിൻ ഷീറ്റിന് പുറത്തോട്ട് എത്രയാണോ നിൽക്കുന്നത് അത്രയും ഡിസ്റ്റൻസ് അകത്തോട്ടും ആ പ്ലെയിൻ ഷീറ്റിനകത്തോട്ടും ആ സിലിണ്ടറിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഷീറ്റിൽ നിന്ന് പുറത്തേക്കും പോകുന്നുണ്ട്. എങ്ങനെയാ സിലിണ്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോർഡിൽ ഇപ്പോൾ പ്ലെയിൻ ചാർജ് ഡെൻസിറ്റി ഉള്ള സർഫസ് ചാർജ് ഡെൻസിറ്റി ഉള്ള ഒരു പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൗഡർ ടിൻ ആയിരിക്കും നമ്മുടെ ഗോസിയൻ സർഫസ് ആയി കൺസിഡർ ചെയ്യുന്ന സിലിണ്ടർ. അതിന് ഈ ഒരു സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡിന്റെ പ്ലെയിനിന് പാരലൽ ആയിരിക്കും. ഇനി എങ്ങനെയാണ് നിൽക്കുന്നത്? ആ സിലിണ്ടർ ബോർഡിന് പെർപെൻഡിക്കുലർ ആയി ഇറക്റ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും. മനസ്സിലാക്കേണ്ട കാര്യം, എത്രത്തോളം പുറത്തോട്ട് സിലിണ്ടർ നിൽക്കുന്നു അത്രത്തോളം ഉള്ളിലോട്ടും സിലിണ്ടർ പോയിട്ടുണ്ടായിരിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ശേഷം ചെയ്യുന്നത് ഈ ഒരു ഗോസിയൻ സർഫസ്, ഇപ്പൊ നമ്മുടെ എടുത്തിരിക്കുന്ന ഗോസിയൻ സർഫസ് ഈ സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസ് ആണ്. ആ സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ എന്തറിയാൻ പറ്റും? ഈ ഒരു സർക്കുലർ ഷേപ്പിലൂടെ φ1 ഇലക്ട്രിക് ഫ്ലക്സ് പോവും. ബാക്കിലുള്ള സർക്കുലർ സർഫസിലൂടെ φ2 ഇലക്ട്രിക് ഫ്ലക്സ് പോവും. ഈ ഒരു സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയയിലൂടെ φ3 ഇലക്ട്രിക് ഫ്ലക്സ് പോവും. ദെൻ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ഗോസിയൻ സർഫസ് φ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? φ1 പ്ലസ് φ2 പ്ലസ് φ3 ആയിരിക്കും. ഇനി φ1ന്റെയും φ2ന്റെയും φ3യുടെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. നേരത്തെ നമ്മുടെ പൗഡർ ബോട്ടിൽ തന്നെ എടുക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ എന്തറിയാൻ പറ്റും? ഈ ഒരു സർഫസ് ടോപ്പ് സർഫസിൽ ഉണ്ടാക്കുന്ന ഏരിയ എങ്ങനെയായിരിക്കും? സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഏരിയയുടെ ഡയറക്ഷനും ഈ ബോർഡിൽ നിന്ന് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ഔട്ട്വേർഡ്സ് ആയിരിക്കും. കാര്യം എന്താണ്? പ്ലെയിൻ ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഔട്ട്വേർഡ്സ് ആണെന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു സർഫസിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഏരിയയുടെ ഡയറക്ഷനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു സർഫസിലാണെങ്കിലോ സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയയിലാണെങ്കിലോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ഔട്ട്വേർഡ്സ് ആയിരിക്കും. ഇവിടുത്തെ ഏരിയയുടെ ഡയറക്ഷൻ എന്തായിരിക്കും? ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പോൾ എത്രയായിരിക്കും? ഇങ്ങനെയും ആവുമ്പോൾ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പം എന്ത് മനസ്സിലാക്കണം? ഈ ഒരു φ1 കണ്ടുപിടിക്കാം. φ1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? EDS cos θ എന്നുള്ളത് എന്താവും? EDS cos 0 എന്നാവും. അത് എത്രയായിരിക്കും? EDS തന്നെയായിരിക്കും. φ1ന്റെ വാല്യൂ എത്രയായിരിക്കും? EDS തന്നെയായിരിക്കും. φ2 അതുപോലെ തന്നെയല്ലേ? φ2 എത്രയായിരിക്കും? അതും EDS cos 0 ആയിരിക്കും. അതെന്ത് തന്നെ വരും? EDS തന്നെ വരും. ഇലക്ട്രിക് ഫ്ലക്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ലാത്ത സ്കെയിലർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്ഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, പ്ലസ് മൈനസ് ഒന്നും കൊടുക്കുന്നില്ല, നേരെ തന്നെ എഴുതുന്നു. ഇനി നമുക്ക് φ3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? φ3 എന്ന് വെച്ചാലും EDS cos θ തന്നെയായിരിക്കും. പക്ഷെ ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 90 ഡിഗ്രി വരുന്നത് കൊണ്ട് എന്താവും? ഈക്വൽ ടു EDS cos 90 വരും. അതിന്റെ വാല്യൂ 0 വരും. അങ്ങനെയെങ്കിൽ ഈ ഒരു ഗോസിയൻ സർഫസിലൂടെ ഉള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് φ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? φ1 പ്ലസ് φ2 പ്ലസ് φ3. φ1 എത്രയാണ്? EDS. φ2 എത്രയാണ്?
EDS പ്ലസ് 0. ഇപ്പം എന്തെന്ന് വരും? 2 EDS എന്ന് കിട്ടും. DS എന്താണ്? ഈ ഒരു ചെറിയ ഏരിയ. അപ്പം നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദിസ് ഗോസിയൻ സർഫസ് ഈസ് ഈക്വൽ ടു 2 EDS എന്ന് കിട്ടി. ഇനി ഞാൻ ചെയ്യുന്നത് ഗോസ് തിയറത്തിന്റെ ഇക്വേഷൻ ഇങ്ങനെ എടുക്കുന്നു. ഗോസ് തിയറത്തിന്റെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ഇവിടെ കിടന്നോട്ടെ. ഗോസ് തിയറത്തിന്റെ ഇക്വേഷൻ എന്താണ്? phi is equal to 1/epsilon 0 into sigma q. ഇവിടുത്തെ സിഗ്മ ക്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഈ സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസ് ഉൾക്കൊള്ളുന്ന ചാർജ് എത്രയാണെന്ന്. അപ്പൊ നമുക്ക് നോക്കാൻ പറ്റും, ഈ സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസ് ഈ ഒരു പ്ലെയിനിൽ കട്ട് ചെയ്ത് പോകുന്ന എത്ര ഏരിയയിൽ തന്നെയായിരിക്കും? DS ഏരിയയിലൂടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഗോസിയൻ സർഫസിനകത്തൂടെയുള്ള ചാർജ് എന്ന് വെച്ചാൽ DS ഏരിയയിൽ ഉൾപ്പെടുന്ന ചാർജ്. DS ഏരിയയിൽ ഉൾപ്പെടുന്ന ചാർജ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? DS ഇൻറ്റു സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പം നമുക്ക് phi is equal to എന്തെന്ന് കിട്ടും? 1/epsilon 0 into sigma q എന്ന് വെച്ചാൽ എന്താണ്? സിഗ്മ, സ്മാൾ സിഗ്മ, സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ DS. ഇക്വേഷൻ നമ്പർ 2. ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും LHS സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 EDS is equal to 1/epsilon 0 into sigma DS. DSും DSും ക്യാൻസൽ ചെയ്ത് കളയുന്നു. ഈയുടെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. കാര്യം E ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. E is equal to എന്തെന്ന് എഴുതാൻ പറ്റും? E is equal to 2 ഇപ്പുറത്ത് വന്നാൽ 1/2 epsilon 0 into sigma. അപ്പൊ എന്ത് കിട്ടി? ഒരു ഇൻഫിനിറ്റ് തിന്നായിട്ടുള്ള യൂണിഫോം സർഫസ് ചാർജ് ഡെൻസിറ്റി ഉള്ള പ്ലെയിനിൽ നിന്നും ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരിക്കും? 1/2 epsilon 0 into sigma. എന്ത് മനസ്സിലാക്കണം? ഇത് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ കണ്ട 2 λ/r എന്ന തിൻ വയറിൽ കണ്ടത് ഡിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ കണ്ട പ്ലെയിൻ ലാമിനയിലാണെന്നുണ്ടെങ്കിൽ അത് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, പ്ലെയിനിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഓർമ്മിച്ചിരിക്കുക. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഓഫ് ഗോസ് തിയറം ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്.